ഒമാനിൽ കാലാവസ്ഥ പതിയെ തണുപ്പിലേക്ക് മാറുന്നു. രാത്രികാല ക്യാമ്പിംഗിനായി ഒഴിഞ്ഞ പ്രദേശങ്ങളിൽ ടെന്റുകളും കൂടാരങ്ങളും ഉയർന്നു കഴിഞ്ഞു. മലയാളികളടക്കമുള്ള പ്രവാസികൾ ഒത്തുചേരലിനായി തെരഞ്ഞെടുക്കാറുള്ളത് ഇത്തരം കൂടാരങ്ങളാണ്. നവംബർ അവസാനത്തോടെ രാജ്യം തണുപ്പിലേക്ക് പതിയെ നീങ്ങിത്തുടങ്ങും. ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇതിന്റെ തോത് വർദ്ധിക്കും. ഇതോടെയാണ് സ്വദേശികളും വിദേശികളും കുടുംബത്തോടും സുഹൃത്തുക്കളോടുമൊപ്പം ഒഴിഞ്ഞ ഇടങ്ങളിലെയും മരുഭൂമിയിലും താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ കൂടാരങ്ങളിലേക്ക് എത്തുക. തണുപ്പ് കൂടുതലാവുന്നതോടെ തൊട്ടടുത്ത രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകരും ഒമാനിലേക്ക് എത്തും. കുട്ടികൾക്കുള്ള കളിസ്ഥലം, വിറക് കൂട്ടി തീ കത്തിച്ച് തണുപ്പകറ്റാനും ഭക്ഷണം പാകം ചെയ്യാനുമുള്ള സൗകര്യം, കൂടിയിരിക്കാനുള്ള മജ്ലിസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ടെന്റ് സജ്ജമാക്കുക. ഓരോ ടെന്റിന്റെയും അകത്തളം വ്യത്യസ്തമായിരിക്കും. അതനുസരിച്ച് വാടകയിലും മാറ്റം വരും. വാരാന്ത്യ അവധി ദിവസങ്ങളിലും ദേശീയ ദിന അവധി ദിവസങ്ങളിലും 60 മുതൽ 75 റിയാൽ വരെ വാടകയാണ് സാധാരണ ഒരു ടെന്റിന് ഈടാക്കാറുള്ളത്. രാത്രി 12 വരെയാണ് പ്രവേശനാനുമതി. മലയാളികളടക്കമുള്ള പ്രവാസികൾ കുടുംബസംഗമങ്ങൾക്കും സുഹൃത്തുക്കളുടെ ഒത്തുചേരലിനും ഇത്തരം ടെന്റുകളാണ് തിരഞ്ഞെടുക്കുക. തണുപ്പ് കൂടുതലാവുന്ന മാസങ്ങളിലാണ് ടെന്റുകളിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങുക. നിലവിൽ സൊഹാറിൽ നിന്ന് എങ്കലിലേക്ക് പോകുന്ന റോഡിന്റെ ഇരുഭാഗത്തും ബുറൈമി റോഡിലും സഹംസനായ ഭാഗങ്ങളിലും റോഡിന് ഇരുവശങ്ങളിലുമായി രാത്രി കാഴ്ചയിൽ മനോഹരമായി ദീപാലങ്കാരം നടത്തിയ നിരവധി കൂടാരങ്ങൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. മീഡിയ 1, മസ്കത്ത്.